ദിവസമായി നിന്റെ ഫോൺ ഓഫായിട്ട്. ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ. എങ്കിൽ നിനക്കത് ഞങ്ങളെ ഒന്ന് അറിയിച്ചിട്ടാവായിരുന്നു. ഓഫായിട്ട് പലവട്ടം നിന്റെ ആവശ്യത്തിന് ഓൺ ചെയ്തിട്ടും ഞങ്ങൾ മറന്നു. ഞാനത് ഞങ്ങളുടെ കോള് കണ്ടിട്ട് നീ അത് കട്ട് ചെയ്തു. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇവിടെ വരെ വരേണ്ടി വന്നത്. എന്താ മാഡം അത്യാവശ്യമായിട്ട്? രണ്ടാമത്തെ സ്കാനിങ്ങിന്റെ ഡേറ്റ് കഴിഞ്ഞു. നീ വാ, ഉടൻ നമുക്ക് ഡോക്ടറെ കാണണം. പ്ലീസ്, ഈ പരീക്ഷ എൻ്റെ സ്വപ്നമാ. ബോധമില്ലാതെ കിടക്കുന്ന എൻ്റെ ഏട്ടൻ്റെ സ്വപ്നമാ. ഇതൊന്ന് തീർന്ന് എവിടെ വേണമെങ്കിലും ഞാൻ വരാം. വീട്ടിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പരീക്ഷ തീർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ വരാം. പ്ലീസ്. ഇതൊക്കെ നിന്നെ തപ്പി നടന്ന് ഇപ്പൊ കണ്ടെത്തിയപ്പോഴല്ലേ ഓർമ്മ വന്നത്. അപ്പോഴേ മനസ്സിലാവും നിന്റെ കള്ളത്തരം. തൽക്കാലം നീ ഒന്ന് വണ്ടി കയറ്, നമുക്ക് പോവാം അവിടെ നിന്ന്. പ്ലീസ് സർ, അങ്ങനെ പറയരുത്. ഈ പരീക്ഷ ഒന്ന് കഴിയുന്നത് വരെ എനിക്ക് സമയം തരണം. 9 ദിവസമാണ് പരീക്ഷയുള്ളത്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ കോമ്പൗണ്ട് വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. വാ, ഒന്ന് വണ്ടി കയറ്. വേണ്ട. ശരി, ഈ പരീക്ഷ തീരുന്നത് വരെ ഞങ്ങൾ കാത്തു നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നീ ഇറങ്ങ്, നമുക്ക് വിശദമായി സംസാരിക്കാം. എന്താ? ശരി, വലിയ ഉപകാരം. നിന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിനക്ക് ഞങ്ങളെയാ മനസ്സിലാവാത്തെ. ശിവ, ആ കൊടയെടുക്ക്. വെയിലത്ത് നടന്നു അലഞ്ഞു തിരിഞ്ഞും നീ ഒരു പരുവായി. നിന്നോട് സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതല്ലേ? നീ അത് മറന്നു. നിനക്ക് വരാൻ വണ്ടി വേണമെന്ന് നീ ഒന്ന് സൂചിപ്പിച്ചാൽ ഞാനത് ചെയ്യില്ലേ? നീ എന്താ അതെല്ലാം മറന്നുപോയത്? ഇനിയെങ്കിലും ഇങ്ങനെ വെയിൽ കൊള്ളരുത്. നിന്റെ ഉള്ളിലൊരു ജീവൻ കൂടിയുണ്ട്. ഞങ്ങൾക്ക് കൂടി പ്രിയപ്പെട്ട ജീവൻ. അത് മറക്കാൻ പാടില്ല. ചേച്ചി എന്തിനാ വെറുതെ? സാരമില്ലെന്നേ, അവളെ മനസമാധാനത്തോടെ പരീക്ഷ എഴുതട്ടടാ. എന്നാലേ നാളെയും അവൾ സഹകരിക്കൂ. വിസ്മയല്ലേ അത്? അയ്യോ, വിസ്മു, വിസ്മയ, എടി എഴുന്നേക്ക്. വിസ്മി, വിസ്മു, മാറിന്നേ. വിസ്മയ, 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 എനിക്ക് വിസ്മയ. മോളെ, മോളെ, മോളെ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.